മനുഷ്യൻ ചെയ്യേണ്ട ആരാധനകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ആ വകുപ്പിനാണ് ഇത് പറയും മദ്ഹബ് എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബ്, അനഫി മദ്ഹബ്, അംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ലോകത്ത് അംഗീകരിച്ച 4 മദ്ഹബാണ്. 4 ആവാം. 4ലൊക്കെ ചില്ലറ വ്യത്യാസങ്ങളേ ഉള്ളൂ. കർമ്മത്തിലുള്ള ചില്ലറ വ്യത്യാസം അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്നാണ്. അതിൽ ഒരു അഭിപ്രായക്കേടുമില്ല. അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു മദ്ഹബ് സ്വീകരിക്കുന്നത്, ഖുർആനും ഹദീസും പോരെ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ശൈലിയുമായിട്ട് ഇവിടെ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയത് വഹാബികളാണ്. അവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, പല ഭിന്നിപ്പുകളുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തറാവി നിസ്കാരം, അത് നമ്മളൊക്കെ 20 നേരത്തെ നിസ്കരിച്ചു പോരുന്നതാണ്. 2 ഹറമിലും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിയാണല്ലോ മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും. അവിടെ ഇത്രയും കാലം വരെ 20 തന്നെയാണ് തറാവി നിസ്കാരം. ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ എല്ലാ സംഗതികളും അക്കാലത്ത് ഇതുവരെ തുടർന്ന് വന്ന സംഗതികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ ശൈഥല്യം സൃഷ്ടിച്ച ഭിന്നിപ്പുണ്ടാക്കിയ കൂട്ടരാണ് ഈ വഹാബി വിഭാഗം. അതുണ്ടാക്കിയപ്പോഴാണ് 1924 അവർ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. ഐക്യസംഘത്തിൻ്റെ ശേഷം ഉലമാക്കളുടെ സംഘടന. അതോടുകൂടി അവർ വ്യാപകമായി, അപ്പം വേറെ സംഘടന ഇവിടെ ഇല്ലല്ലോ. ഇസ്ലാമിൽ വേറൊരു സംഘടന, ഇസ്ലാം എന്നല്ലാത്തൊരു സംഘടന വേറെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല.